കുട്ടികളുടെ മനസ്സോടെ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വിദ്യാലയ മുറ്റത്തേക്ക് ഒരു കൂട്ടം യുവതി യുവാക്കൾ കടന്നു വന്നു. ഒപ്പം പൂർവ്വ അധ്യാപകരും ഉണ്ടായിരുന്നു. ക്ലാസ് മുറിയിലേക്ക് കടന്നതോടെ അവർ പഴയ അധ്യാപകരും വിദ്യാർത്ഥികളും ആയി മാറി. പക്ഷേ പണ്ട് അവർക്കിടയിൽ അകലം സൃഷ്ടിച്ചിരുന്ന ചൂരൽവടി അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളിക്കുളങ്ങര വിമല ഹയർ സെക്കൻഡറി സ്കൂളിൽ 2004-2005 അധ്യയന വർഷത്തിൽ SSLC വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരുടെ കൂട്ടായ്മയായ 10B റോഡ് ടു റിയൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിന്റെ വിശേഷങ്ങളാണ് ഗ്രാമവിശേഷങ്ങൾ ഇതുവരെ പറഞ്ഞത്. പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നപ്പോൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ദിനമായി അത് മാറി. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ അവർ പരസ്പരം പങ്കുവച്ചു. പഠന കാലഘട്ടത്തിൽ അധ്യാപകരോട് പേടി കാരണം ചോദിക്കാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ചോദിച്ചറിയാൻ പൂർവ്വ വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തി. ഭൂരിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനാൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ സംഗമത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ. പിന്നെ ഏത് ജോലികൾ നിങ്ങൾ ചെയ്താലും അത് അഭിമാനകരമാണ്. അപ്പൊ നമ്മുടെ മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കാനായിട്ടുള്ള പിന്നെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തിട്ടും ഓർമ്മ ബുക്കിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളുടെ പേര് എനിക്ക് അറിയാം. നമ്മളിപ്പോൾ ഒരു പെരുന്നാൾക്ക് പോയാലും എന്തിനു പോയാലും ഒരു ടീച്ചറെ അത് മിക്കവാറും വിമലയുടെ കുട്ടികളിൽ നിന്നുള്ളൊരു വിളിയായിരിക്കും. അനീഷയുടെ വിളിയിലെ സ്നേഹം നിറഞ്ഞ അനീഷയുടെ വിളി കേട്ടാൽ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ആകെ 5 പെൺപിള്ളേരാണ്, ബാക്കി ഫുൾ ആമ്പിള്ളേർ. വരുമ്പോ തന്നെ ആമ്പിള്ളേർ ഭയങ്കര. വിമല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KA ഷാജി സംഗമം ഉദ്ഘാടനം ചെയ്തു. സയൻസ് ഗ്രൂപ്പ് ആരംഭിക്കുകയാണ്. പിന്നെ ജർമ്മൻ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് സൗകര്യം അതൊക്കെ ഈ വർഷം നമുക്ക് അത് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. പൂർവ്വ അധ്യാപകരായ രാജാമണി, V ഗിരിജ, MU ഷീബ, ബിന്ദു, G പ്യാരി എന്നിവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ PV ലിവിൻ, അനീഷ മജീദ്, വിക്ടർ ഡേവിസ് എന്നിവരാണ് സംഗമത്തിന് നേതൃത്വം നൽകിയത്.